EJB. EJB എന്ന് പറഞ്ഞാൽ Enterprise Java Beans. What is EJB? Enterprise Java Beans is a development architecture for building highly scalable and robust enterprise level applications to be deployed on J2EE compliant application servers such as JBoss, WebLogic, etc. അതായത് Java Beans എന്താണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? അത് reusable software components ആണ്. അതായത് classes that encapsulates many objects into a single object അല്ലേ? reusable ആയിട്ടുള്ള സോഫ്റ്റ്വെയർ കമ്പോണൻസ് ആണ് ജാവ ബീൻസ് എന്ന് പറയുന്നത്. ഇനി എന്റർപ്രൈസ് ലെവൽ ആപ്ലിക്കേഷൻസ്, അതായത് വലിയ ബിസിനസ് ക്ലാസ് ആപ്ലിക്കേഷൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്പെസിഫിക്കേഷൻ ആണ് എന്റർപ്രൈസ് ജാവ ബീൻസ് എന്ന് പറയുന്നത്. അതായത് വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള എന്റർപ്രൈസ് ലെവൽ ആപ്ലിക്കേഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഫ്രെയിം വർക്കാണ് EJB എന്ന് പറയുന്നത്, എന്റർപ്രൈസ് ജാവ ബീൻസ്. So Enterprise Java Beans is one of the several Java APIs for standard manufacture of enterprise software. അപ്പോൾ ബിസിനസ് ക്ലാസ് ആപ്ലിക്കേഷൻസ്, ബിസിനസ് ലെവൽ ആയിട്ടുള്ള വലിയ ആപ്ലിക്കേഷൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ജാവ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇന്റർഫേസ് ആണ് EJB എന്ന് പറയുന്നത്. ബിസിനസ് ആപ്ലിക്കേഷൻസിന് വേണ്ടി മാത്രമായിട്ട് അത്രയ്ക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്പെസിഫിക്കേഷൻ ആണ് EJB എന്ന് പറയുന്നത്. സോ എന്റർപ്രൈസ് ജാവ ബീൻസ് ഇസ് എ സ്പെസിഫിക്കേഷൻ ഫോർ ഡെവലപ്പിംഗ് ലാർജ് സ്കെയിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ബിസിനസ് ആപ്ലിക്കേഷൻ ഓൺ ദ ജാവ പ്ലാറ്റ്ഫോം. അതായത് ജാവ പ്ലാറ്റ്ഫോം, ജാവ പ്രോഗ്രാമിംഗ് യൂസ് ചെയ്തിട്ട് ലാർജ് സ്കെയിൽ ആയിട്ടുള്ള ഒത്തിരി കോംപ്ലക്സ് ആയിട്ടുള്ള ബിസിനസ് ആപ്ലിക്കേഷൻസ്, ഡിസ്ട്രിബ്യൂട്ടഡ് ബിസിനസ് ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യാനാണ് എന്റർപ്രൈസ് ജാവ ബീൻസ് യൂസ് ചെയ്യുന്നത്. എന്താണ് ഡിസ്ട്രിബ്യൂട്ടഡ് ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതായത് ഒരു സിസ്റ്റത്തിന്റെ, ഒരു കമ്പ്യൂട്ടിംഗ് സിസ്റ്റത്തിന്റെ കമ്പോണൻസ് ഫിസിക്കലി പല സിസ്റ്റത്തിൽ ലൊക്കേറ്റഡ് ആണെങ്കിലാണ് നമ്മൾ അതിനെ ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയാം അല്ലെ. ഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങനെയുള്ള ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിനെ പ്രോഗ്രാം ചെയ്യാനുള്ള പ്രോഗ്രാംസ് റൈറ്റ് ചെയ്യുന്നതിനാണ് ഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. സോ അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ്, ഡിസ്ട്രിബ്യൂട്ടഡ് ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യുന്നത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആണ്, ബിസിനസിന് വേണ്ടിയാകുമ്പോൾ എസ്പെഷ്യലി. അപ്പോൾ അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് അല്ലെങ്കിൽ ഒരു ഫ്രെയിം വർക്കാണ്, നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു സ്പെസിഫിക്കേഷൻ ആണ് EJB, എന്റർപ്രൈസ് ജാവ ബീൻസ് എന്ന് പറയുന്നത്. EJB specification provides a standard way to implement the server side, also called backend business software, typically found in enterprise applications. Then, such software addresses the same types of problems, and solution to these problems are often repeatedly re-implemented by the programmers. അതായത് ഒരു ബിസിനസ് ലെവൽ ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് വളരെ അഡ്വാൻസ്ഡ് ആയിരിക്കണം, മാത്രമല്ല വളരെ കോംപ്ലക്സ് ആയിരിക്കും, ഒത്തിരി കൺസേൺസ് അതിനകത്തുണ്ടായിരിക്കും. അപ്പോൾ എല്ലാ ബിസിനസ് ക്ലാസ് ആപ്ലിക്കേഷൻസിനും കോമൺ ആയിട്ടുള്ള ചില കൺസേൺസ് ഉണ്ട്. അതായത് അത് സെക്യൂർ ആയിരിക്കണം, ട്രാൻസാക്ഷൻസിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റണം, ദെൻ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കണം, ദെൻ സെക്യൂരിറ്റി, പോർട്ടബിൾ ആയിരിക്കണം, സ്കെയിലബിൾ ആയിരിക്കണം, അങ്ങനെയുള്ള ഒത്തിരി കോമൺ കൺസേൺസ് ഉണ്ട്. അത് ഏതൊരു ബിസിനസ് ക്ലാസ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുമ്പോഴും ഉള്ള കോമൺ ആയിട്ടുള്ള കുറെ കൺസേൺസ് ആണ്. അപ്പൊ ആ കൺസേൺസിനെയൊക്കെ അതിൽ പ്രോഗ്രാമർക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടി വരാത്തക്ക രീതിയിൽ, അതായത് അതിനെയൊക്കെ ഓട്ടോമാറ്റിക്കലി സെർവർ തന്നെ ഹാൻഡിൽ ചെയ്യത്തക്ക രീതിയിൽ ബാക്കി ബിസിനസ് ലോജിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ആപ്ലിക്കേഷൻ സ്പെസിഫിക് ആയിട്ടുള്ള കോഡിങ്. അതിനെയാണ് ഒരു ബാങ്കിങ് ആപ്ലിക്കേഷൻ ആണെങ്കിൽ അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളില്ലേ, കോഡിങ് ഉണ്ടാവില്ലേ? ഒരു ക്ലയന്റ് റിക്വസ്റ്റ് വരുമ്പോൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ടൈപ്പ് ഓഫ് കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അതിനുള്ള കോഡിങ്, അതിനെയാണ് ബിസിനസ് ലോജിക് എന്ന് പറയുന്നത്. അപ്പം കോമൺ ആയിട്ടുള്ള പോർട്ടബിലിറ്റി, സെക്യൂരിറ്റി, ട്രാൻസാക്ഷൻസ്, അങ്ങനെയുള്ള കോമൺ കൺസേൺസിൽ പ്രോഗ്രാമറിന് കൂടുതൽ ശ്രദ്ധ കൊടുത്ത് സമയം കളയാതെ അതിനെയൊക്കെ ഓട്ടോമാറ്റിക്കലി സെർവർ ഹാൻഡിൽ ചെയ്ത് പ്രോഗ്രാമർ കൂടുതൽ കൺസേൺ അല്ലെങ്കിൽ കൂടുതൽ ശ്രദ്ധ ബിസിനസ് ലോജിക്കിൽ കൊടുക്കാൻ സഹായിക്കുന്ന ഒരു സ്പെസിഫിക്കേഷൻ ആണ് EJB എന്ന് പറയുന്നത്. EJBയിൽ ഒരു ബിസിനസ് ആപ്ലിക്കേഷന് വേണ്ട കോമൺ ആയിട്ടുള്ള കമ്പോണൻസ് അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സെർവർ തന്നെ ഓട്ടോമാറ്റിക്കലി പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി പ്രോഗ്രാം എഴുതുമ്പോൾ ഇങ്ങനെയുള്ള സിസ്റ്റം ലെവൽ ആയിട്ടുള്ള റിക്വയർമെന്റ്സിന് വേണ്ടി കോഡ് ചെയ്ത് ഒത്തിരി സമയം കളയേണ്ട കാര്യമില്ല. അയാൾക്ക് ബിസിനസ് ലോജിക്കിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കാനായിട്ട് പറ്റും.
സോ അപ്പം നമുക്കൊരു സെർവർ സൈഡ് ബിസിനസ് സോഫ്റ്റ്വെയറിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സ്റ്റാൻഡേർഡ് വേ ആണ് EJBയിൽ പറയുന്നത്. അപ്പം എല്ലാ ബിസിനസ് ആപ്ലിക്കേഷൻസിലും ഞാൻ പറഞ്ഞു കുറെ കോമൺ കൺസേൺസ് ഉണ്ടെന്ന്. അതുപോലെ അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. സെയിം ടൈപ്സ് ഓഫ് പ്രോബ്ലംസ്, കുറെ സെയിം ആയിട്ടുള്ള പ്രോബ്ലംസ് എല്ലാ ബിസിനസ് ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റിലും ഉണ്ടാവും. അപ്പൊ ആ ടൈപ്പ് ഓഫ് പ്രോബ്ലംസിനെയൊക്കെ സെയിം രീതിയിൽ തന്നെ നമുക്ക് അഡ്രസ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ EJBയിൽ അഡ്രസ് ചെയ്യുന്നുണ്ട്. EJB is a server-side software element that summarizes business logic of an application. അപ്പൊ EJBയിൽ നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത് എന്താണ്? ബിസിനസ് ലോജിക്ക് മാത്രമാണ്. ബിസിനസ് ലോജിക് എന്ന് പറയുമ്പോൾ ആപ്ലിക്കേഷൻ സ്പെസിഫിക് ആയിട്ട് ചെയ്യേണ്ട കോഡിങ്, അത് മാത്രമാണ് EJBയിൽ ചെയ്തു കൊടുക്കേണ്ടത്. ബാക്കിയൊക്കെ ഓട്ടോമാറ്റിക്കലി ആപ്ലിക്കേഷൻ സെർവർ, ഈ കമ്പോണൻസിനെയൊക്കെ റൺ ചെയ്യുന്ന സെർവർ ഉണ്ടാവില്ല, ആ സെർവർ ഹാൻഡിൽ ചെയ്യും. EJB enumeration is a subset of Java EE enumeration. J2EE എന്താണെന്ന് അറിയാം അല്ലെ? ജാവ ടു എന്റർപ്രൈസ് എഡിഷൻ. അതിന്റെ ഒരു പാർട്ട് തന്നെയാണ് EJB എന്ന് പറയുന്നത്. EJBക്കകത്ത് നമ്മൾ ബിസിനസ് ലോജിക് എഴുതുന്നതും ജാവ ലാംഗ്വേജിൽ തന്നെയാണ്. കാരണം ജാവയുടെ ഒരു പാർട്ട് തന്നെയാണ്, സൺ മൈക്രോ സിസ്റ്റത്തിന്റെയാണ് ഇത്. EJB application is deployed on the server, so it is called server side component also. So ഈ EJB application ഒരു സെർവർ സൈഡ് ആണ്. സെർവർ സൈഡിൽ നമ്മൾ ഡിപ്ലോയ് ചെയ്യുന്ന കമ്പോണൻസ് ആണ് EJB യൂസ് ചെയ്ത് നമ്മൾ എഴുതുന്നത്. അപ്പോൾ EJB കമ്പോണൻസ് എന്ന് പറയുമ്പോൾ ബിസിനസ് ലോജിക്സ്, ഒത്തിരി കമ്പോണൻസ് ഉണ്ട് അതിനകത്ത്. ബിസിനസ് ലോജിക് ഉണ്ട്, ദെൻ ഓട്ടോമാറ്റിക്കലി ഓരോ പ്രോബ്ലംസിനെ, ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കോമൺ ഇഷ്യൂസിനെ സോൾവ് ചെയ്യുന്ന തരത്തിലുള്ള ഒബ്ജക്ട്സും അതിനകത്തുണ്ടാവും. ദെൻ പ്ലസ് പ്രോഗ്രാമർ ആഡ് ചെയ്യുന്ന കസ്റ്റമൈസേഷൻ, അങ്ങനെ അതായത് പ്രോബ്ലംസിനെ ഓട്ടോമാറ്റിക്കലി സോൾവ് ചെയ്യുന്നതിന് കുറച്ച് കസ്റ്റമൈസേഷൻ ആഡ് ചെയ്യാൻ പറ്റും. അതായത് പ്രോഗ്രാമറിന് ഇഷ്ടമുള്ള രീതിയിൽ അതിനെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അത് പ്ലസ് ബിസിനസ് ലോജിക്, ഇതെല്ലാം സെർവറിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ സെർവർ സൈഡ് കമ്പോണന്റ് അല്ലെ സെർവർ സൈഡ് ആപ്ലിക്കേഷൻ എന്ന് പറയും. അപ്പൊ എന്താണ് EJB എന്ന് പറഞ്ഞാൽ? It enables the easy development and deployment of Java-based enterprise applications in the form of components that have to be enterprise quality. അതായത് ഈസി ആയിട്ട് ഡെവലപ്പ് ചെയ്യാനും ഡിപ്ലോയ്മെന്റ് ചെയ്യാനായിട്ടും പറ്റും. എന്തിനെ? എന്റർപ്രൈസ് ആപ്ലിക്കേഷൻസിനെ, നല്ല ബിസിനസ് ക്വാളിറ്റി ഉള്ള എന്റർപ്രൈസ് ആപ്ലിക്കേഷൻസിനെ ഈസി ആയിട്ട് ഡെവലപ്പ് ചെയ്യാനും ഡിപ്ലോയ് ചെയ്യാനും, ഒരു സെർവറിൽ ഡിപ്ലോയ് ചെയ്യാനും EJB സഹായിക്കും. ദെൻ എന്താണ് എന്റർപ്രൈസ് ക്വാളിറ്റി എന്ന് പറയാൻ കാരണം? ദേ ഷുഡ് ബി ട്രാൻസാക്ഷണൽ, ഡിസ്ട്രിബ്യൂട്ടഡ്, മൾട്ടി ടയർഡ്, പോർട്ടബിൾ, സ്കെയിലബിൾ ആൻഡ് സെക്യൂർ. ഒരു ബിസിനസ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ സ്കെയിലബിലിറ്റി, എന്തെങ്കിലും തരത്തിലുള്ള വ്യത്യാസങ്ങൾ വരുത്തണമെങ്കിൽ അതെന്തായിരിക്കണം? സ്കെയിലബിൾ. അതിനെയാണ് നമ്മൾ സ്കെയിലബിലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഈസിലി നമുക്ക് അതിനെ മാറ്റാനായിട്ട് പറ്റണം, സ്കെയിൽ ചെയ്യാനായിട്ട് പറ്റണം. ദെൻ പിന്നെന്താണ്? ഡിസ്ട്രിബ്യൂട്ടഡ് എന്താണെന്നറിയാം? ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം? നിങ്ങളത് പഠിച്ചിട്ടുണ്ടാവും, ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. ദെൻ മൾട്ടി ടയർഡ് ആയിരിക്കണം. അങ്ങനെയുള്ള കുറെ റിക്വയർമെന്റ്സ് ആണ് ബേസിക്കലി ഒരു ബിസിനസ് ആപ്ലിക്കേഷന് വേണ്ടത്. അതിനെയൊക്കെ ഈസി ആയിട്ട് EJB സോൾവ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് വൺ ഓഫ് ദ server-side component technology that encapsulates business logic of an application. ഇതൊരു server-side component technology ഞാൻ ഓൾറെഡി പറഞ്ഞു, that encapsulates the business logic of an application. And ഇതൊരു MVC പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നത്, മോഡൽ വ്യൂ കൺട്രോളർ പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നത്. It works with multi-tiered architecture. Then it supports multi-tiered applications. അത് പറഞ്ഞു. Then എന്തിനാണ് EJB നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നോട് പറയാം. If you want to build some business application and that has to be enterprise quality, അങ്ങനെയാണെങ്കിൽ you can use EJB in advanced Java.